ഹലോ എവരിവൺ. ഡയമെൻഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് പാർട്ട് എയിൽ അല്ലെങ്കിൽ പാർട്ട് ബിയിലൊക്കെ ചില സമയത്ത് ചോദിക്കാറുള്ള പാർട്ടാണ് ഈ ഡയമെൻഷനിങ്. അതുപോലെ ഏതൊരു ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഡയമെൻഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ഡയമെൻഷനിങ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ന്യൂമറിക്കൽ വാല്യൂസ് അതർ ഡീറ്റെയിൽസ് റിക്വയർഡ് ബൈ യൂസിങ് ലൈൻസ്, സിമ്പിൾസ് ആൻഡ് നോട്ട്സ് ഓൺ ദ ഡ്രോയിങ് ഈസ് കാൾഡ് ഡയമെൻഷനിങ്. അതായത് ഒരു ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിഫറെൻറ്റ് ലെങ്ത്തുകൾ, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഒക്കെ നമ്പറിൻ്റെയോ ഡിഫറെൻറ്റ് ലൈൻസ് അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെ സഹായത്തോടു കൂടി അതിൽ അടയാളപ്പെടുത്തുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ബേസിക്കലി ഡയമെൻഷനിങ് എന്ന വാക്ക് ഉപയോഗിച്ച് പറയാറുള്ളത്. ഇനി ഡയമെൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിൽ. അപ്പോൾ ആദ്യത്തേതാണ് എന്ത്? പ്രൊജക്ഷൻ ലൈൻസ്. കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ഡയമെൻഷൻ ലൈൻ ഉണ്ട്, ലീഡർ ലൈൻ ഉണ്ട്, ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈൻ, അതുപോലെ തന്നെ ഡയമെൻഷൻ ടെക്സ്റ്റ്. ഇതാണ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. അപ്പോൾ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കാണിച്ച പോലെ ഒരു 25 mm നമുക്ക് ഡയമെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും എൻഡിങ്ങിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ്. അതേപോലെ അത് കണ്ടിന്യൂസ് തിൻ ലൈനാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിൻ ലൈനാണ് എന്ത്? പ്രൊജക്ഷൻ ലൈൻ. അപ്പോൾ ഒരു ഡയമെൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും എൻഡിങ്ങിൽ നിന്നും, ഇവിടെ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ 20 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച തിൻ ലൈൻ എന്ന് പറഞ്ഞ പേരാണ് എന്ത്? പ്രൊജക്ഷൻ ലൈൻ. ഇനി ഡയമെൻഷൻ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് ആണോ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് എന്ത്? ഡയമെൻഷൻ ലൈൻ. ഇപ്പോൾ ഇവിടെ ഈ 40 mm ഡിസ്റ്റൻസ് നമുക്ക് ഡയമെൻഷൻ ചെയ്യണം. അപ്പോൾ പ്രൊജക്ഷൻ ലൈൻ വരച്ചതിന് ശേഷം ആ ഡിസ്റ്റൻസിന് പാരലൽ ആയിട്ട് വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻ പറഞ്ഞ പേരാണ് എന്ത്? ഡയമെൻഷൻ ലൈൻ. ടൈപ്പ് ബി ലൈൻ അഥവാ കണ്ടിന്യൂസ് തിൻ ലൈനാണ് ഡയമെൻഷൻ ലൈനും വരുന്നത്. അതാണ് രണ്ടാമത്തെ എലമെൻറ്റ്. ഇനി ലീഡർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ആംഗിളുകൾ അല്ലെങ്കിൽ റേഡിയസ് ഡയമീറ്റർ ഒക്കെ അടയാളപ്പെടുത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ലീഡർ ലൈൻ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ അപ്പോൾ 45 ഡിഗ്രി കാണിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇൻക്ലൈൻഡ് ആയിട്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 45 ഡിഗ്രിയിലൊക്കെ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ് നമ്മൾ ലീഡർ ലൈൻ എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. പിന്നെ ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈൻ നമ്മൾ ആരോ ഹെഡ് എന്നുള്ള രീതിയിലും പറയും. കറസ്പോണ്ടിങ് ആയിട്ട് അതാണ് അടുത്തൊരു എലമെൻറ്റ്. പിന്നെ ഡയമെൻഷണൽ ടെക്സ്റ്റ് അഥവാ ഈ ഒരു വാല്യൂ, ആ വാല്യൂ എഴുതുന്നതിനൊക്കെ കുറച്ച് പ്രത്യേകത ഉണ്ട്. കറക്റ്റ് സെൻട്രലായിട്ട് ഡയമെൻഷൻ ലൈൻ്റെ മുകളിലായിട്ടാണ് വാല്യൂസ് എഴുതേണ്ടത്. അപ്പോൾ ഡയമെൻഷൻ ലൈൻ നമ്മൾ പറഞ്ഞു. ഡയമെൻഷൻ ലൈൻ ടെർമിനേഷൻ പല രീതിയിൽ ചെയ്യാറുണ്ട്. അതിൽ പ്രിഫറബിളി ഇതന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ 1.5 to 2 ആണ് അതിൻ്റെ വിഡ്ത്ത് വരാറുള്ളത്, 3 to 4 ആണ് ലെങ്ത്ത് വരാറുള്ളത്. അപ്പോൾ ആ നീളം കൂടിയിട്ടുള്ള രീതിയിലാണ് ആരോ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് റൂൾസ്, അതായത് ഡയമെൻഷൻ ലൈൻ പ്ലേസ് ചെയ്യുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് റൂൾസാണ് പറയുന്നത്. ഡയമെൻഷൻ ടെക്സ്റ്റ് ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. കറക്റ്റ് മിഡിലായിട്ടാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ വാല്യൂ പ്ലേസ് ചെയ്യേണ്ടത്. അതേപോലെ രണ്ട് കാര്യം, ഒന്നെങ്കിൽ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ വലതുവശത്ത് നിന്ന് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാല്യൂസ് എഴുതാറ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിലായിട്ട് ഈ രീതിയിലാണ് എന്ത് ചെയ്യാറ്? ഡയമെൻഷൻസ് ചെയ്യാറുള്ളത്. ഇനി വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ 70 ഇവിടെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വാല്യൂ എഴുതുന്നത്. അതേപോലെ 20, 50 ഒക്കെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതേണ്ടത്. ഇനി ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാത്രമല്ല പല ഇൻക്ലിനേഷൻസിലൊക്കെ ലൈൻ വരാം. അപ്പോഴൊക്കെ ഓർക്കേണ്ടത് ലൈനിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ്. അതിൽ ഈ 20 മാത്രം എക്സെപ്ഷൻസ്. കാരണം എന്താ? വലതുവശത്തു നിന്നാണ് നമ്മൾ നോക്കുക. ആ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് വലതുവശത്ത് നിന്ന് നോക്കുമ്പോൾ ലൈനിൻ്റെ മുകളിൽ വരുന്ന രീതി. ബാക്കിയുള്ള ഡിസ്റ്റൻസ് ഒക്കെ ലൈനിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഡയമെൻഷൻസ് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളത് ഓർക്കുക. ഇവിടെ 16 അങ്ങനെ 40, 25 ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാറ്. വേറൊരു മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മെത്തേഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ മെത്തേഡിൽ മാത്രം എന്ത് ചെയ്യുക? ഡ്രോയിങ് ഷീറ്റിൽ ഡയമെൻഷൻസ് അടയാളപ്പെടുത്തുക. പിന്നെ ആംഗിളിൻ്റെ കേസിൽ യൂണിലാറ്റർ, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമായിട്ട് ആംഗിൾ അടയാളപ്പെടുത്തിയാൽ മതി. പിന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷൻ ലൈൻസ്, അല്ലെങ്കിൽ കുറച്ച് ടൈപ്സ് ഓഫ് ഡയമെൻഷനിങ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷൻ ലൈൻസ് നമുക്ക് 5 രീതിയിലോളം പറയാം. അതിലൊരു 4 രീതിയെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തേതാണ് ചെയിൻ ഡയമെൻഷനിങ്. ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തെന്നുള്ള രീതിയിൽ ഒരു ചെയിൻ ലൈക്ക് സ്ട്രക്ചറിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയും. അതായത് 5, 20, 5, 25 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു 6 ഡയമെൻഷൻസ് ഉണ്ട്. അതെന്ത് ചെയ്തു? എൻഡ് ടു എൻഡ് ഫാക്ഷൻ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ ഈ 5 എന്ന് പറഞ്ഞുള്ള ഡയമെൻഷൻ്റെ പുറത്ത് ആരോ മാർക്ക് ഇടാനുള്ള കാരണം വളരെ ചെറിയ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലും ഡയമെൻഷൻ ചെയ്യാറുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ രണ്ടാമത്തെ ടൈപ്പാണ് പാരലൽ ഡയമെൻഷനിങ്. പാരലൽ ഡയമെൻഷനിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ ഒന്നിന് പാരലൽ ആയിട്ടായിരിക്കും അടുത്ത വാല്യൂ എഴുതുന്നുണ്ടാവും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്,
എല്ലാ ഡിസ്റ്റൻസും ഒരു കോമൺ ആയിട്ടുള്ള ലൈനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ താഴെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 25 എടുത്തിട്ടുള്ളത് ഇവിടുന്നാണ്, 40ഉം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്, 50യും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഒരു കോമൺ ഡാറ്റത്തിനെ ബേസ് ചെയ്തിട്ട്, ഒരു കോമൺ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഡയമെൻഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഫിഗറിന് താഴെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ചെറിയ ഡയമെൻഷനിൽ നിന്ന് വലിയ ഡയമെൻഷനിലേക്ക് എന്നുള്ള രീതിയിൽ, അതായത് 25, 40, 50 എന്നുള്ള രീതിയിൽ. മുകളിലാണെന്നുണ്ടെങ്കിൽ 5, 25, 30 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡയമെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ആദ്യം 40 ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരച്ചിട്ടുള്ള ഈ പ്രൊജക്ഷൻ ലൈൻ നമ്മുടെ ഡയമെൻഷൻ ലൈൻ എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. അത് ഒഴിവാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അതായത് ചെറിയ ഡയമെൻഷൻസ് ആദ്യം ചെയ്യുക, പിന്നെ അതിൻ്റെ താഴേക്ക് വലിയ ഡയമെൻഷൻസ് എന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പാരലൽ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് ആണ് കറസ്പോണ്ടിങ് ഡയമെൻഷൻ ലൈൻസ് വരുന്നത്. കൂടെ തന്നെ ഒരു കോമൺ ഡാറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്റ്റൻസ് എടുക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. മൂന്നാമത്തത് കമ്പൈൻഡ് ഡയമെൻഷനിങ് അല്ലെങ്കിൽ മിക്സഡ് ഡയമെൻഷനിങ്. അതായത് ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ ചെയിൻ ഡയമെൻഷനിങ്ങും രണ്ടാമത് പറഞ്ഞിട്ടുള്ള പാരലൽ ഡയമെൻഷനിങ്ങും കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പിനേഷനാണ് ഈ കമ്പൈൻഡ് ഡയമെൻഷനിങ്ങിൽ വരുന്നത്. ഇതാണ് മൂന്നാമത്തെ ഡയമെൻഷൻ. അതായത് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 5, 20, 25 ഒക്കെ നമ്മൾ ചെയിൻ ഡയമെൻഷനിങ് ആണ്. പക്ഷേ 25, 40, 50 ഒക്കെ എന്താണ്, പാരലൽ ഡയമെൻഷനിങ്. അത്തരത്തിലൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള കേസാണ് എന്ത്, കമ്പൈൻഡ് ഡയമെൻഷനിങ്. പിന്നെ സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു ഒറിജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ വാല്യൂസും പറയുന്നുണ്ടാവുക. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള രീതിയിലല്ല, അത് ഈ രീതിയിലാണ് അതിൻ്റെ കേസ് വരുന്നത്. പിന്നെ എളുപ്പമായിട്ടുള്ളത് ഈ ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ് ആണ്. നിങ്ങൾ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഒറിജിനെ ബേസ് ചെയ്തിട്ട് 0, 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറിജിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ഡിസ്റ്റൻസും. അപ്പോൾ ആദ്യത്തത് എക്സ് ആക്സിസിൽ 10 mm ദൂരമാണ്, വൈ ആക്സിസിൽ 20 mm ദൂരമാണ്. എക്സ് ആക്സിസിൽ 20 mm ദൂരം, വൈ ആക്സിസിൽ 50 എന്നുള്ള രീതിയിൽ ഒരു എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് 0, 0 ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്ന വാല്യൂസിനാണ് നമ്മൾ യൂഷ്വലി കോർഡിനേറ്റ് ഡയമെൻഷനിങ് എന്നുള്ള കേസിൽ നമ്മൾ പറയാറുള്ളത്. 10,20 അല്ലെങ്കിൽ ഇപ്പോൾ 70,25 എന്ന് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യത്തത് എക്സ് ആക്സിലുള്ള ദൂരമാണ്, രണ്ടാമത്തത് വൈ ആക്സിലുള്ള ദൂരമാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരു 4 ഡയമെൻഷനിങ് മെത്തേഡ്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ചെയിൻ ഡയമെൻഷനിങ്, പാരലൽ ഡയമെൻഷനിങ്, കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻഡ് ഡയമെൻഷനിങ്, പിന്നെ ഇതിനേക്കാൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ കോർഡിനേറ്റ് ഡയമെൻഷനിങ് ആണ്. അപ്പോൾ ആ ഒരു 4 ഡയമെൻഷനിങ്ങിൻ്റെ മെത്തേഡ് ഒന്ന് ഓർത്തിരിക്കുക. തിയറി ക്വസ്റ്റൻ ആയിട്ട് ചില സമയത്ത് ചോദിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഷേപ്പുകൾ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഡയമീറ്റർ നമ്മൾ ഫൈ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യുക. റേഡിയസ് ആർ എന്ന് പറഞ്ഞ ലെറ്റർ, സ്ക്വയർ നമ്മൾ ചെറിയൊരു സ്ക്വയർ യൂസ് ചെയ്യും. പിന്നെ സ്ഫെരിക്കൽ ഡയമീറ്റർ, സ്ഫെരിക്കൽ റേഡിയസിന് S5 അതേപോലെ തന്നെ SR എന്നുള്ള രീതിയിലാണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇതൊക്കെ പ്രിഫിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് എപ്പോഴും ആദ്യം ഇപ്പോൾ 25 mm ഡയമീറ്റർ എന്ന് പറയുക വെച്ചാൽ 525 എന്ന് എഴുതണം. അതാണ് അതിൻ്റെ ശരിയായ രീതി എന്നുള്ളത് ഓർത്ത് വെക്കുക. കുറച്ച് എക്സാമ്പിൾസ് ആണ്. വലിയ സർക്കിൾ ആകുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഡയമെൻഷൻ ചെയ്യും, വളരെ ചെറിയ സർക്കിൾ ആകുമ്പോൾ ഈ രീതിയിൽ ഡയമെൻഷൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രോപ്പറായിട്ട് സ്പേസ് ഉള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വാല്യൂ ചെയ്തു. സ്പേസ് കുറയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ലീഡർ ലൈൻ യൂസ് ചെയ്തിട്ട് പുറത്താണ് ഡയമെൻഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ജനറലായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ എപ്പോഴും ആദ്യം 5 എഴുതണം, പിന്നെയാണ് വാല്യൂ എഴുതേണ്ടത്. ഇനി ആർക്ക് ഡയമെൻഷൻ ചെയ്യാറുള്ളത് ഈ രീതിയിലാണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആരോ പ്ലേസ് ചെയ്യില്ല. അവിടെ നിന്ന് ആർക്കിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. ഒരു എൻഡിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ആരോ വരയ്ക്കുക. ആർ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് യൂഷ്വലി ആർക്കുകൾ ഡയമെൻഷൻ ചെയ്യുക. ആർക്കിൽ നമ്മൾ ഡയമീറ്റർ പറയാറില്ല, റേഡിയസ് ആണ് പറയാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ സൈസ് മാറുന്നതിനനുസരിച്ച് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് ഡയമെൻഷൻ ചെയ്യാന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സ്ക്വയറുകൾ ഈ രീതിയിലാണ് ഡയമെൻഷൻ ചെയ്ത് വയ്ക്കാറുള്ളത്. ആംഗിളിൻ്റെ കേസ്, ആംഗിൾ യൂഷ്വലി നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആംഗിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ മാത്രം, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ മാത്രം വരയ്ക്കും. പക്ഷേ ഗ്രാഫിക്സിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലെ ആരോസ് ഇടൽ നിർബന്ധമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ചെറിയ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആംഗിൾ പുറത്ത് എഴുതും. കറസ്പോണ്ടിങ് ആയിട്ട് സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആംഗിളിൻ്റെ വാല്യൂ എഴുതാൻ പറ്റും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 7 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7നോട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള അർത്ഥമല്ല. ഒരേ വാല്യൂ ഉള്ള, അതായത് ഡയമീറ്റർ 5 വരുന്ന 7 സർക്കിൾ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ രീതിയിൽ ഡയമെൻഷൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇവിടെ 6 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 mm ഡയമീറ്ററുള്ള 6 സർക്കിളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു കേസിൽ ഒരുപാട് ഡയമെൻഷനിൻ്റെ മിസ്റ്റേക്സ് ഉണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. കാരണം എല്ലാ ഫിഗറിലും ഡയമെൻഷനിങ് വരുന്നതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. ഡയമെൻഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താലേ ഡയമെൻഷനിങ്ങിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. ഇതിലെ തെറ്റുകൾ ഓരോന്നായിട്ട് പറഞ്ഞിട്ട് പോകാം. ഒന്നിതാ 8, 6 എന്ന് എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ആർ ആണ്, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ 5 ആയിക്കോട്ടെ 6 ആയിക്കോട്ടെ ആദ്യം 6 എഴുതണം, പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, 8 എഴുതേണ്ടത്. അതേപോലെ ഇവിടെ 25, അതിലുള്ള തെറ്റെന്താ, 25 എന്ന് എഴുതുന്നത് തെറ്റാണ്. അതേപോലെ എന്ത് ചെയ്യണം, 520 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള
ഡയമെൻഷനിങ് മെത്തേഡ്. അതേപോലെ ഫിഗറിൻ്റെ ഉള്ളിൽ ഡയമെൻഷൻ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണം എന്നാണ് പറയുക. അതേപോലെ ഫിഗറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ടച്ച് ചെയ്യണതൊക്കെ എന്ത് ചെയ്യണം, ഡയമെൻഷനിങ് ഒഴിവാക്കണം. അപ്പോൾ ഈ 32, 20 അതേപോലെ ഈ 38 ഒക്കെ എന്ത് ചെയ്യണം, ഫിഗറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് വേണം ഡയമെൻഷൻ ചെയ്യാൻ. അതാണ് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്സ്. ബാക്കി റൂൾസൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ വാല്യൂ മുകളിലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഡയമെൻഷൻ ലൈൻ്റെ മുകളിലായിട്ടാണ് വാല്യൂ എഴുതേണ്ടത്. വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ 32 വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയമെൻഷൻ ലൈൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഗറിൽ ടച്ച് ചെയ്തു. അതായത് ഇവിടുന്ന് ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, ഒരു ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഡയമെൻഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം, എൻഡിങ് പോയിന്റ് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം, എന്നിട്ട് അതിൻ്റെ പാരലായിട്ട് ഡയമെൻഷൻ ലൈൻ വരയ്ക്കണം, രണ്ടറ്റത്ത് ആരോസ് വരയ്ക്കണം, ഡയമെൻഷൻ ലൈൻ്റെ സെൻറ്ററിലായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഴുതണം എന്നുള്ള ആ ഒരു പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡയമെൻഷനിങ് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെ തെറ്റുകളിവിടെ വരുത്തി, എന്തൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ഫിഗർ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഡയമെൻഷൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു.